കുറയുന്ന മേഖലയിൽ അവിടെ നിന്നും പരമാവധി സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരനായ ശ്രീ അരവിന്ദ് കെജ്രിവാൾ എന്ന ധീര പോരാളിയെ കള്ളക്കഥകൾ ചമച്ച് അകത്താക്കുക ഉണ്ടായ സംഭവമാണ്. ഈ സംഭവത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമല്ല, സാമൂഹ്യ മാറ്റത്തിനായി ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും വിവിധ രാജ്യങ്ങൾ പോലും UN, ഇറ്റലി തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ പോലും ഈ കേജ്രിവാളിന്റെ ആർഷയിൽ പ്രതിഷേധിക്കുകയുണ്ടായി. നമ്മളൊന്ന് വിചാരിക്കണം, കേജ്രിവാളിന്റെ ഈ 60 വർഷം കൊണ്ടൊന്നും ഇവിടെ ജനാധിപത്യമോ പ്രതിപക്ഷ പാർട്ടികളോ ഇല്ലാതാകുകയില്ല. ഇത് നമ്മുടെ ചരിത്രമാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഈ പഴയ കഴിഞ്ഞ കാല ചരിത്രം ഇന്ത്യയുടെ ചരിത്രം ഒന്ന് പഠിക്കുക തന്നെ വേണം. ഒരു ചരിത്രം പഠിക്കാത്ത എങ്ങനെയാ ഒരു വിദ്യാഭ്യാസം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസം ചോദിച്ചപ്പോൾ ആ ചോദിച്ചയാളുടെ പേരിൽ കുറ്റം ചുമത്തുന്ന ഇത്ര ഭീരുവായ ഒരു ഭരണാധികാരിയാണ് ഇന്ത്യൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ കഴിയണം. ഇതിനേക്കാൾ വലിയ സ്വേച്ഛാധിപത്യങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. അതായത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ധീരമായി പോരാടി അച്ഛനമ്മമാരും നഷ്ടപ്പെട്ട് വികലാംഗ നിരത്തിയിരുന്ന അവിടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ആയിരക്കണക്കിന് വിധവകളുണ്ടായിരുന്നു, വെടിയേറ്റ് മരിച്ച ആയിരക്കണക്കിന് ദേശാഭിമാനികളുണ്ടായിരുന്നു. ഈ രാജ്യത്ത് ഇവരെല്ലാം ഒത്തുചേർന്ന് ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തെ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഇവര് നാടോടിച്ച ഒരു ഇന്ത്യൻ സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. നാടുവാഴി ഭരണത്തിനും രാജ്യഭരണത്തിനും ബ്രിട്ടീഷ് ആധിപത്യ ഭരണത്തിൽ നിന്നുമെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞെങ്കിൽ, അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഈ ജനാധിപത്യം ഇവിടെ നിലനിർത്താൻ ഇവിടുത്തെ സാമൂഹ്യ ബോധമുള്ള ജനങ്ങൾ ഒന്നായി ജാതി മതങ്ങൾക്കപ്പുറം ഒന്നിക്കുമെന്നുള്ള കാര്യം ഇവിടെ അറിയണം. അങ്ങനെ അറിയാൻ കഴിയണം. ജനാധിപത്യ വിശ്വാസികളെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ ജനത മനസ്സിലാക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കും അമിത്ഷായ്ക്കും ഇത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർ കാണിച്ചു കൂട്ടുന്ന ഓരോ അഭിപ്രായങ്ങളും. നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക, ഇതിനേക്കാൾ കരുത്തേറ്റ ഒരു ഇന്ത്യ ഒട്ടാകെ തന്നെ വ്യാപിച്ചു നിന്നിരുന്ന ഒരു പാർട്ടി ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ നെഹ്റുവിന് ശേഷം അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി, നമുക്കറിയാം, ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിക്ക് മേൽ കുറ്റം ചുമത്തി അവരെ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. ആ ഇന്ത്യൻ പ്രതാപകാലം, ഇന്ദിരാഗാന്ധിയുടെ പ്രതാപകാലം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ പ്രതാപകാലം, അന്ന് അവരെ ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനങ്ങൾ ഞെട്ടലോടെയായിരുന്നു കേട്ടത്. പക്ഷെ എന്തുവേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവിടെ ഉടൻ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ഓർത്തു, ഇനി ആരും ഇവിടെ എനിക്കെതിരെ അനങ്ങാനില്ല. ഈ രാജ്യത്ത് എനിക്കെതിരെ ശബ്ദിക്കുന്ന ഓരോ നാവും ഞാൻ ജയിലിലടയ്ക്കും. അവരെല്ലാം ജയപ്രകാശ് നാരായണനെയും അങ്ങനെ അന്നത്തെ പുരോഗമനവാദികളായ ജനാധിപത്യ വിശ്വാസികളായ ജനാധിപത്യത്തിൽ നിന്ന് പ്രവർത്തിച്ച അങ്ങനെ അന്നത്തെ ദേശാഭിമാനികളെല്ലാം ഒന്നടക്കം അവർ ജയിലിലടച്ചു. ആ ജയിലിലടച്ച് സുഖസമർത്ഥമായി 2.5 വർഷം അടിയന്തരാവസ്ഥയിൽ അവര് ഭരിച്ചെങ്കിൽ 2.5 വർഷം കഴിഞ്ഞ് 1900 വീണ്ടും ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ 1978 അന്ന് ഇവിടെ നടന്ന ഇലക്ഷനിൽ ഈ ഇന്ദിരാഗാന്ധി വളരെ ദയനീയമായി വടക്കേന്ത്യ തോറ്റ് തുന്നമ്പാടി ചരിത്രം ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയാണ്. നരേന്ദ്രമോദി ഇത് ഓർക്കണം, അമിത്ഷാ ഓർക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്തരം പാഠങ്ങൾ നിങ്ങൾ മറന്നുപോകുന്നതാണ് ഇന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഓരോ ക്രൂരതകൾ. ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചോ എന്തെങ്കിലും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചോ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്നവരുടെ ജീവിത അവസ്ഥകളെ കുറിച്ചോ എന്തെങ്കിലും തീർമെങ്കിലും അവരുടെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇന്ന് ഈ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു. ഈ ഒരു ഇലക്ഷൻ നടക്കാന്ന് പറഞ്ഞാൽ
ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന പറഞ്ഞാൽ പുതിയൊരു പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി സുതാര്യമായി നടത്തുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങളിലും അനുവദിക്കേണ്ടതാണ്. എല്ലാ ഭരണകൂടങ്ങളും അനുവദിക്കുന്നതാണ്. അല്ലാത്തപ്പോൾ പിന്നെ ഒരു കുറ്റവാളിയെ ഉണ്ടെങ്കിൽ ശിക്ഷിക്കണം. കേജ്രിവാൾ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷെങ്കിൽ കുറ്റം ചെയ്യാതെ ഒരു നിരപരാധിയെ പിടിച്ച് അകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നിരപരാധിയാണ് പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു നിരപരാധിയായിട്ട് കേജ്രിവാളിനെ പിടിച്ചകത്തിടുമ്പോൾ നിങ്ങൾ ശിക്ഷിക്കുന്നത് 1000 കുറ്റവാളികളെ രക്ഷിക്കുകയല്ല എന്ന്. നിങ്ങൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന ഇന്ത്യൻ നീതിന്യായ ചരിത്രം പറയുന്നു. എന്താണിത്? അവിടെയാണോ? ഇതാണ് കേജ്രിവാളിന്റെ പേരിൽ എന്താണ് പ്രശ്നം? ഒരു മൊഴി നൽകി ആരോ ഒരു കള്ളൻ മൊഴി നൽകിയതിന്റെ പേരിൽ അവരെ പിടിച്ച് ഇടുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കേജ്രിവാൾ ചോദിച്ചല്ലോ, കോടതിക്കകത്ത് കയറി ചോദിച്ചല്ലോ, എന്തേ ഞാനൊരു മൊഴി നൽകാം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും മേടിച്ചു ഓള വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ നിശബ്ദമായിരുന്നു. ED എന്റെ ഭരണാധികാരം ഉണ്ടാകത്തെ. കോടതി പോലും നമ്മൾ ചില കോടതികൾ വിധികൾ വരുന്നുണ്ട്. അങ്ങനെയുണ്ട്. എന്തായാലും ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകണം. ഈ രാജ്യം നമ്മുടേതാണ്. ഒരു പ്രധാനമന്ത്രിയുടെ അല്ല, ഒരു നരേന്ദ്രമോദിയുടെ അല്ല, ഒരു അമിത്ഷായുടെ അല്ല. ഈ ഇന്ത്യൻ ജനിച്ചിട്ടുള്ള ഓരോ പൗരന്റെ രാജ്യമാണ് ഈ രാജ്യം. ഈ രാജ്യത്തിനുണ്ടാകുന്ന ഏത് പൗരുഷത്തിനെ നേരിടാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകും. ആ തയ്യാറാകുന്നതിന്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യം ഒട്ടാകെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കണ്ടെങ്കിൽ കണ്ണു തുറന്ന ബഹുമാനപ്പെട്ട കോടതി കണ്ണു തുറന്ന് ഇതിനൊരു നീതി ലഭിക്കുമെന്ന് കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ സായാഹ്ന ധർണയിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾ തന്നെ ഇവിടെ ശ്രമിക്കുന്ന മുഴുവൻ ജനങ്ങളെ അകമഴിഞ്ഞ സഹകരണം മുന്നോട്ട് ഉണ്ടാകണം എന്ന് വീണ്ടുമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഈ ധർണ സമരത്തെ കൃത്യമായി അപസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.